കനകാന്റിയുടെ ഒരു കാര്യം എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ കൈ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചോണ്ടിരിക്കും. വേറൊക്കെ ചാടനുണ്ട്, കുറയ്ക്കണം. എന്താ വാ മനുഷ്യരുടെ സ്ഥലത്ത് ഇരുത്തരുത്തിട്ടാ. വാ ചേച്ചി ഇങ്ങോട്ട്. എന്ത് ചേച്ചി എന്തിനായിരുന്നു? എടാ എന്റെ ഒരു ഫ്രണ്ടാ ചറ പറയാന്ന് തുരുതുരാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണ്. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. പ്രശ്നോ? അയ്യോ ചേച്ചി, അങ്ങനെയാണെങ്കിൽ ചേച്ചി ദയവ് ചെയ്ത് ഉപദേശിക്കാൻ പോകരുത്. ചേച്ചി അങ്ങനെ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ അവസാനം അതുമല്ല പാതാള കുഴിയിലും പോയി ചാടേണ്ട അവസ്ഥയിൽ പോകും. അതെ, അവർക്കൊക്കെ പ്രശ്നം വരുമ്പോഴത്തേക്ക് എന്നെ വിളിക്കണം എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കൂന്ന് അവർക്ക് അറിയാം, അതുകൊണ്ടാണ്. കുഴപ്പമുള്ള ലച്ചു എന്ന് പറഞ്ഞ ആരാ? നീയാണ് ഈ പേരെന്നെ ആദ്യമായിട്ട് വിളിച്ചു തുടങ്ങിയത്. ഞാനൊന്നും അല്ല, ഈ കസേര ഇരിക്കുന്ന വേറെ ആളുണ്ടായിരുന്നു, അച്ഛൻ. അല്ലെങ്കിൽ തന്നെ കുഴിപ്പുള്ള ലച്ചു എന്ന് വിളിക്കണേ എന്തിനാ? ഒന്നില്ലെങ്കിൽ എന്നെ വല്ല നെയ്യാറ്റിക്കിന്റെ ലച്ചു എന്ന് വിളിക്കണം, അല്ലെങ്കിൽ പടവല ലച്ചു എന്ന് വിളിക്കണം. ഈ ഭർത്താവിന്റെ വീട്ടുപേര് കൂട്ടി വിളിക്കണം എന്തിന്? കുഴപ്പമുള്ള ലച്ചുവാണൊരു സുഖം. അത് മാത്രമല്ല സ്വഭാവത്തിന് അതാണ് മാച്ച്. ഒരാളുടെ സ്വഭാവത്തിന് ഇച്ചിരി പ്രശ്നമൊന്നും പറഞ്ഞ് അത് സ്ഥലപ്പേരായിട്ടൊന്നും കണക്ഷൻ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സ്ഥലപ്പേരിന് ഇമ്പം കുറവുണ്ടെന്നും പറഞ്ഞിട്ട് മറ്റൊരാളെ അപമാനിക്കേണ്ട കാര്യമൊന്നും ഉരുളല്ലേ മോളെ ലച്ചോ. ഇപ്പൊ ഞാനൊന്നും പറയാല്ല ഇവിടെ വിളിച്ചു വരുന്നത്, ചുമ്മാ വിഷയം മാറ്റി അടി ഉണ്ടാക്കില്ല. ലച്ചേച്ചി, നമ്മളിപ്പം സംഭവം ഡേ കെയർ ഒക്കെ തുടങ്ങി. ലാഭത്തിന് വേണ്ടിയൊന്നും അല്ല തുടങ്ങിയതെങ്കിലും നമുക്ക് നഷ്ടം വരാൻ പാടില്ലല്ലോ. അപ്പൊ പുതിയ പിള്ളേരെയൊക്കെ നമുക്ക് അഡ്മിഷനൊക്കെ പറഞ്ഞ് എടുക്കണ്ടേ? അത് മാത്രമല്ല, നമ്മുടെ ഫീസ് സ്ട്രക്ചറിന്റെ കാര്യത്തിൽ നമ്മൾ ഇനിയും ഒരു ധാരണയിലേക്ക് എത്തിയിട്ടില്ല. അത് അമ്മായി വന്നിട്ട് നമുക്ക് അതിലൊരു ധാരണ ഉണ്ടാക്കിയാ പോരെ? മതി, അതായാലും മതി. ചേച്ചി, ഞാൻ വേറെ രണ്ടു കുറച്ച് പ്ലാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. നമുക്ക് പിള്ളേരെ കൊണ്ട് ഇടയ്ക്ക് ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ കൊണ്ട് കാണിക്കണ്ടേ? ഉദാഹരണത്തിന് നമ്മുടെ ഇവിടുത്തെ പബ്ലിക് ലൈബ്രറിയോ, അല്ലെങ്കിൽ ആർട്ട് ഗാലറിയോ, അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റോ, അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഫെസ്റ്റോ, എന്തായാലും. എടാ, അവര് പൊടി പിള്ളേരാടാ, അല്ലാതെ ബുദ്ധിജീവികളല്ല. ലൈബ്രറിയിലും ഫിലിം ഫെസ്റ്റിനൊക്കെ കൊണ്ടുപോകാനായിട്ട് ആദ്യം അവറ്റകളൊന്നും വളരട്ടെ. ഈ വളരട്ടെ എന്ന് പറഞ്ഞപ്പോ 10-18 വയസ്സ് വിട്ടിട്ട് വളർത്താൻ പോകണം. അങ്ങനെയല്ല, കൊണ്ടുപോവാം. കുറച്ചുകൂടെ കഴിയട്ടെ, നമ്മളൊന്നും ആദ്യം സെറ്റ് ആവട്ടെ. എവിടെയായിരുന്നു പാറു മഹാറാണി? കണ്ടേ ഇല്ലേ ഇവിടെ? ഞാൻ പുറത്തു നിൽക്കായിരുന്നു. അവിടെ എന്ത് ചെയ്യണ്? ഒന്നുമില്ല. പിന്നെ വീട്ടിനകത്ത് നിന്നാ പോരെ? വീടിനകത്ത് ഭയങ്കര ചൂട്. അപ്പൊ പുറത്ത് ചൂടില്ലേ? അതെ, വേർതിരിക്കുന്നല്ല. പുറത്ത് ഭയങ്കര ചൂടായപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നു. ഓ, വീട്ടിനകത്ത് ചൂടായപ്പോൾ പുറത്തു പോയി, പുറത്ത് ചൂടായപ്പോൾ വീട്ടിനകത്ത് വന്ന്. ഇനിയിപ്പോ വീട്ടിനകത്ത് പിന്നെയും ചൂടാകുമ്പോ പുറത്തു പോലടാ. എന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. ചേച്ചി, നിങ്ങൾ എന്താ പറഞ്ഞോണ്ടിരുന്നേ? കേശു ചേട്ടൻ പറയാ, ക്ലാസ് തുടങ്ങുന്ന സമയത്തെ നിന്നെയും കല്ലൂരി ഒന്ന് ആ പരിസരത്ത് കണ്ടുപോയിരുന്നു. അയ്യോ, എന്താ? അത് പിന്നെ നീ ഇത്ര പോത്തോലെ വളർന്നില്ലേ? പിന്നെ അതിന്റെ ഇടയ്ക്ക് പിള്ളേരുടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവര് പരാതി പറയണം. നീയും കല്ലും ഭയങ്കര വർത്താനമാണ്, വായ അടയ്ക്കുന്നതിന് കുറെ കംപ്ലൈന്റ് കിട്ടി. ഗൗരവമായി വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കാം ഇവിടെ നടന്നതല്ല. അയ്യോ പാറു, അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്റെ അമ്മേ. പോച്ചേ, പിള്ളേരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഇത്രയും കേട്ടിട്ട് ഉൾപ്പില്ല നിക്കണോക്ക്. ഇത്രയും പ്രായമായില്ലേ? വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്നാലും കഷ്ടം തന്നെ കേട്ടാ, കുറച്ചൊക്കെ പിള്ളേരിക്കാം. സങ്കടായി ഉടുക്കത് തൊലിക്കട്ടെ എന്നെ പോലെ തന്നെ. അപ്പൊ ഇനി എന്നെ കേറ്റൂലേ?